ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് വിത്ത് ജയ. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ പുഡിംഗ് ആണ്. അതിനായി ഞാനിവിടെ 2 മീഡിയം സൈസ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. 4 കുറവുള്ള മാങ്ങയാണ് മാംഗോ പുഡിങ്ങിന് നല്ലത്. നന്നായി കഴുകി വൃത്തിയാക്കിയ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുക. മാംഗോ പുഡിംഗ് തയ്യാറാക്കുന്നതിനായി 1 കപ്പ് പാല്, 1/2 കപ്പ് ഷുഗർ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 പിഞ്ച് ഉപ്പ് എന്നിവ ആവശ്യമാണ്. ആദ്യമായി നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായി ബ്ലെൻഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം 1/2 കപ്പ് പാൽ, ഷുഗർ എന്നിവ ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ബാറ്റർ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് പാലിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്യുക. ഏകദേശം തിള വന്നു കഴിയുമ്പോൾ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ നന്നായി മിക്സ് ചെയ്തതിന് ശേഷമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ അടിയിൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. പാലിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി തിളച്ചതിന് ശേഷം 1 പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോൾട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ പുഡിങ്ങിൻ്റെ മിശ്രിതം തയ്യാറായിട്ടുണ്ട്. നേരത്തെ നെയ്യ് ഉരുട്ടി വെച്ചിരിക്കുന്ന ബൗളിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബൗൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ബാറ്ററിലെ ബബിൾസ് പോകാൻ വേണ്ടിയാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബൗൾ ഒരു അലുമിനിയം ഫോയിലോ ഒരു സീലിംഗ് പേപ്പറോ കൊണ്ട് കവർ ചെയ്യുക. എന്നിട്ട് ഓവർനൈറ്റ് 1-2 മണിക്കൂറോ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രീസറിൽ വയ്ക്കരുത്, താഴെയാണ് വയ്ക്കേണ്ടത്. ഇപ്പോൾ നമ്മളുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ഈസിയായും ടേസ്റ്റിയുമായി മാംഗോ പുഡിംഗ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.